ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ മാക്രോണിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം ഞാനിതിവിടെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ചിക്കൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജ് വേണമെങ്കിലും നമുക്ക് ചേർത്തിട്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം. അതേപോലെ തന്നെ അധികം വെജൊന്നും എടുക്കാതെ തന്നെയും ഇത് നമുക്ക് വളരെ ടേസ്റ്റിയാണ്. ഞാനിന്നിവിടെ വളരെ കുറച്ച് വെജ് മാത്രം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാക്രോണി ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ കടലയും പയറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ ആദ്യം തന്നെ ഈ മാക്രോണി ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് കളയണം. അതിനുശേഷം വീണ്ടും നമ്മൾ നല്ല ഫ്രഷ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു 5-6 മണിക്കൂർ വെക്കാം. പിന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഈ വെള്ളം കളയണ്ട, ഫ്രഷ് വെള്ളം ആയതുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ രാവിലെയൊക്കെയാണ് അധികം നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തായിരിക്കും മാക്രോണിയൊക്കെ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ തയ്യാറാക്കണം എന്ന് വെച്ചാൽ നമുക്ക് രാത്രി ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് രാവിലെ ഇതുപോലെ എടുത്തിട്ട് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറായി കിട്ടും. പിന്നെ ഇത് 5-6 മണിക്കൂർ കുതിർക്കാനായിട്ട് വെള്ളത്തിലിടുന്ന സമയത്ത് നമുക്ക് വെള്ളമൊക്കെ ചിലപ്പോൾ ഒന്ന് വറ്റി തുടങ്ങും നമ്മളിത് വേവിക്കാൻ എടുക്കുന്ന സമയത്ത്. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വെള്ളം കുറവുണ്ടെന്ന് വെച്ചാൽ മാത്രം ഇതിൽ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് വേവിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതിങ്ങനെ വേവിക്കുമ്പോൾ നമുക്ക് അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല ഊറ്റിക്കളയാനായിട്ട്. കണ്ടപ്പോൾ ഇതിവിടെ വെന്തപ്പോൾ ഇത്ര വെള്ളമുള്ള ഊറ്റിക്കളയാനായിട്ട് ഇത് നമ്മളൊരു അരിപ്പയിലിട്ടിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വെള്ളം ഊറ്റിക്കളയാം. വെള്ളം തിളച്ച് ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായി വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിങ്ങനെ വേവിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിട്ടാണ് ആകെ വെന്തിട്ടാണ് കിട്ടുക. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഇപ്പം ഞാൻ 1 കപ്പ് മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ഏകദേശം ഒരു 2 സ്പൂണ് ബട്ടർ നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ മുറിച്ചെടുക്കുന്ന ബട്ടർ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ഗ്രാമിലുള്ള കണക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ഏകദേശം 2 സ്പൂണിൻ്റെ അളവിനുള്ള ബട്ടർ നമ്മൾ മുറിച്ചെടുത്തിട്ട് നമുക്കിത് ഉരുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഏതൊക്കെ വെജിറ്റബിൾ നമുക്ക് വേണോ ആ വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ സബോള വേണമെന്നുള്ളവർക്ക് സബോളയും മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സബോള ചേർത്ത് കൊടുക്കണില്ല. ഞാനിവിടെ ക്യാരറ്റും അതേപോലെ തന്നെ ക്യാപ്സിക്കം മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ. അതേപോലെ തന്നെ വേവിച്ച ചിക്കനും. വേറെ ഒന്നും ഞാനിപ്പോൾ ഈ ബട്ടർ ഉരുക്കലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഉരുക്കി വെച്ച ബട്ടറിലേക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും അതേപോലെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ മാക്രോണി വേവിച്ച സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കനും ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് അധികം ചേർത്ത് കൊടുക്കണ്ട. ഉപ്പ് നോക്കിയിട്ട് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് ഓവറായി പോവും. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ ചിക്കന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചതാണ് ചിക്കൻ്റെ ബ്രസ്റ്റ്. അത് ഞാനിവിടെ ഒരു 100 ഗ്രാം മാത്രം എടുത്തിട്ടുള്ളൂ ചിക്കൻ ബ്രസ്റ്റ്. അപ്പോൾ 1 കപ്പ് മാക്രോണിയിലേക്ക് 100 ഗ്രാമൊക്കെ ചിക്കൻ ബ്രസ്റ്റ് മതിയാവും. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് ചിക്കൻ മസാലപ്പൊടി ആവാം അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി ആവാം, ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് മീറ്റ് മസാല പൗഡറും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഈ മസാല പൗഡർ ഈ ചിക്കനിലും ഈ വെജിറ്റബിളിലൊക്കെ ഒന്ന് നന്നായി പിടിക്കുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. വെള്ളം അധികമൊന്നും ഉണ്ടായിട്ടില്ല, ഊറ്റി കളയാനായിട്ട് വളരെ കുറച്ചുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ മാക്രോണിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായി മിക്സാക്കി കൊടുക്കുക.
പിന്നെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊന്ന് വിതറിയിട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഉപ്പ് കുറവൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മാക്രോണി വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്, ചിക്കനിൽ ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് ഉപ്പ് കുറവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചിക്കൻ മാക്രോണി റെഡി.